ഹലോ ഫ്രണ്ട്സ്, വീണ്ടും വന്നൊരു കുഞ്ഞ് വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് വെച്ചൊരു കേക്ക്. ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് ആദ്യം ചൂടായ പാനിലോട്ട് കുറച്ച് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട്. അളവൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, എൻ്റെ ഒരു അളവിൽ ഞാൻ ഇടുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ നമുക്ക് ആ കപ്പളമൊന്നും പറയാൻ അറിയത്തില്ല, നമ്മൾ ഐഡിയ നമ്മൾ ചെയ്യുന്നു. ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ പതഞ്ഞ് വന്നിട്ട് അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കരിഞ്ഞു പോയ ആ കേക്കിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. ഇനി കുറേശ്ശെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തിളച്ച് വരുമ്പോൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ കണ്ണിലൊക്കെ പൊട്ടിത്തെറിക്കും. എന്നിട്ടിത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ പതഞ്ഞ് വരുമ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തില്ലേ, ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പതുക്കെ ഒറ്റടിക്ക് തട്ടി കൊടുക്കല്ലോ, ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കണം. ഇളക്കി ഈ ക്യാരറ്റ് അതിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് വരണം. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നല്ല ഇതായിട്ട് വരണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇടാം, മുന്തിരി ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല, എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതങ്ങോട്ട് ഇരിക്കട്ടെ. നമുക്ക് 1.5 കപ്പ് മൈദാമാവ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് കോൺഫ്ലോർ ഇടണം. അത് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ഇടുന്നുണ്ട്. ഇല്ലാത്തവർ ഇടണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ ഈ ക്യാരറ്റ് ഇരിപ്പുണ്ട്, അതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോവും, കരിഞ്ഞു പോവും. അപ്പം നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇനി അടുത്ത് ബേക്കിംഗ് പൗഡറിൽ ഇപ്പോൾ ഞാൻ ഇട്ടത് സോഡാപ്പൊടിയാണ്. കുറച്ച് ഉപ്പിടണം, കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനാണ് ഈ ഉപ്പ് ഇടുന്നത്. ഇനി ബേക്കിംഗ് പൗഡർ ഇടണം. അത് ഞാൻ ഒരു ടീസ്പൂൺ വേണ്ട, ഇത്രയും മതി. ഇതും കുറച്ചും കൂടി ഞാൻ ഇടുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അളവ് അത്ര അറിയത്തില്ല. നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ നമ്മളൊരു ഇതിൽ ഇടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഏത് ട്രേയിലാണ് ബേക്ക് ചെയ്തത്, അത് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച് ഈ കേക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പേ ഒന്ന് തടവി വെക്കണം. അപ്പോൾ വേറൊരു മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗ്രാമ്പും കൂടെ പൊടിച്ച് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുക. ആദ്യം 3 മുട്ട, 3 or 4 നമ്മൾ മൈദാമാവ് അളവെടുക്കില്ല. എന്നിട്ട് അതിനകത്ത് കുറച്ച് വാനില എസൻസ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇതാണ്, ഞാൻ ഇതിൽ 1 ഇടുന്നുണ്ട്, പിന്നെയും 1 ഇടുന്നുണ്ട്, പിന്നെ കുറച്ചും കൂടി ഇടുന്നുണ്ട്. അളവറിയാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇടും. ഇത് നല്ല അടിച്ച് വരുമ്പോൾ ഈ പഞ്ചസാര നല്ല രീതിയിൽ അടിക്കണം. കുറച്ച് അടിച്ച് വരുമ്പോൾ ഈ പഞ്ചസാര നല്ല രീതിയിൽ പതഞ്ഞടിഞ്ഞ് വരണം. ഇത് മിക്സി ചൂടാവലും. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിട്ട് പിന്നെ അധികം അടിക്കലും, ജസ്റ്റ് ഒന്ന് കറക്കുക എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഈ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ ക്യാരറ്റ് തണുത്ത് കഴിയുമ്പോൾ ഈ ക്യാരറ്റ് അതുപോലെ ഇരിക്കും. ഈ നല്ല കുറുകി വരുന്നത് ഇത് അതിനകത്തോട്ട് മിക്സ് ചെയ്യണം. കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്താൽ ഈ രീതിയിൽ നല്ല രീതിയിൽ ഒരു സൈഡിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. രണ്ടും കൂടി ഇട്ട് ഇളക്കുമ്പോൾ നമ്മൾ കേക്ക് ചിലപ്പം പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പൊടിഞ്ഞു പോയി ചിലപ്പോൾ പൊങ്ങി വരില്ല. എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദാമാവിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം മൊത്തത്തിലങ്ങ് തട്ടിയങ്ങ് ഇളക്കാൻ പോവാം. അങ്ങനെ ചെയ്തുകൂടെന്നാണ് പറയുന്നത്. ഒരു കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. ഈ ചെറിയ കട്ടകളാക്കുന്ന ക്യാരറ്റിൻ്റെ പീസാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അണ്ടിപ്പരിപ്പ് ഇപ്പം നമുക്ക് ക്രഷ് ചെയ്തൊക്കെ ഇടാം, നല്ലതാണ്, ടേസ്റ്റാണ്. നമ്മൾ പ്ലം കേക്കിനൊക്കെ ഇടുന്ന പോലെ. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിനകത്ത് നല്ല ചൂടായി വന്നതിനകത്ത് ഇത് നല്ല ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ട് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലായിരുന്നു. ഞാനിപ്പോൾ അത് സിമ്മിലോട്ടാക്കി തീ കുറച്ച് വെച്ചൊരു 35 മിനിറ്റിൽ വെന്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കി. 35 ആയില്ല. അതിന് മുമ്പ് എടുത്ത് നോക്കി മുകളിലൊരു വെള്ള കളർ ഉണ്ടില്ലേ, അപ്പോഴത്തേക്കും ഇത് വെന്തിട്ടില്ല. എന്നാൽ നമുക്കൊന്ന് പപ്പടക്കമ്പിയുണ്ട്, ഞാനൊന്ന് കുത്തി നോക്കാം. അപ്പോൾ വെന്തോ ഇല്ലയോ എന്നറിയാമല്ലോ. ഇപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് തുറന്ന് വരുമ്പോഴേ നല്ല സ്മെല്ലാണ്. നമ്മളിത് വേവിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ക്യാരറ്റ് കേക്ക് റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തി തിരിച്ച് ഇങ്ങനെ ഇനി എടുത്ത് നോക്കാം.
മതിയായി. കത്തിയങ്ങ് മാറ്റേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പർ. സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോക്കട്ടെ. ക്യാരറ്റിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. കൊള്ളാം. അടിപൊളി. താണ്ട നമ്മൾ സൂപ്പർ ക്യാരറ്റ് കേക്ക് ആണ്. കുട്ടികൾ പറഞ്ഞല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടു. താണ്ട എനിക്കും ഇഷ്ടപ്പെട്ടു. താണ്ട നല്ല പൊടിഞ്ഞത്, നല്ല മണവും സ്മെല്ലുമാണ് വരുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഏറെ ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.